കൊൽക്കത്തയിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം അന്വേഷണത്തിന് CBI എത്തി. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് വിശദമായ അന്വേഷണത്തിനെത്തിയത്. കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം CBI അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. അസ്വാഭാവിക മരണമായി കേസ് രജിസ്റ്റർ ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ച കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അന്വേഷണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് TS ശിവരഞ്ജനം, ജസ്റ്റിസ് ഹിരൺമയി ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. ആശുപത്രി അധികൃതർ ഇരയ്ക്കും കുടുംബത്തിനുമൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞ കോടതി കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകാത്തതിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പശ്ചിമ ബംഗാളിലും രാജ്യത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഡോക്ടർമാർ ഇന്നും പണിമുടക്ക് തുടരുകയാണ്. വനിതാ ഡോക്ടർ അതിക്രൂരമായി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം നിസ്സാരവൽക്കരിച്ചതിനെതിരെ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുകയാണ്. കേസിലെ പ്രതിയായ സഞ്ജയ് റോയ് ബോക്സറാണെന്നാണ് പുറത്തുവന്ന പുതിയ വിവരം. ഇയാൾ 4 വിവാഹം കഴിച്ചെങ്കിലും കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെ ഭാര്യമാർ ഉപേക്ഷിക്കുകയായിരുന്നു. കൽക്കത്ത പോലീസിൽ സിവിൽ വോളണ്ടിയറായി പ്രവർത്തിച്ചിരുന്ന സഞ്ജയ് റോയ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കും 5 മണിക്കുമിടയിലാണ് ക്രൂര പീഡനം നടത്തിയത്. അതിക്രൂരമായ പീഡനത്തിനാണ് 31-കാരിയായ PG ഡോക്ടർ ഇരയായത്. ഡൽഹി നിർഭയ കേസിലെ യുവതി നേരിട്ടതിന് സമാനമായ ക്രൂരതകൾക്കാണ് ഡോക്ടറും ഇരയായത്. പീഡനത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശക്തമായി കഴുത്ത് ഞെരിച്ചതിനാലാണ് തൈറോയ്ഡ് തരുണാസ്ഥി തകർന്നത്. യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കണ്ണടച്ചില്ലുകൾ കണ്ണിൽ നിന്നും കണ്ടെത്തുകയും ശരീരഭാഗങ്ങളിലെല്ലാം ഗുരുതരമായ പരുക്കുകളും ഉണ്ടായിരുന്നു. യുവതിയുടെ തല അതിശക്തമായി ചുമരിൽ ഇടിപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ സെമിനാർ ഹാളിനുള്ളിലാണ് അർദ്ധനഗ്നയായ നിലയിലാൽ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പ്രതിയായ സഞ്ജയ് ആശുപത്രി ജീവനക്കാരൻ അല്ലാതിരുന്നിട്ടും ആശുപത്രി ക്യാമ്പസിൽ പതിവായി എത്തിയിരുന്നുവെന്നാണ് പറയുന്നത്.